പശ്ചിമബംഗാളിൽ കൂട്ട ബലാത്സംഗത്തിനിരയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മൊഴി പുറത്ത്. നേരിട്ടത് ക്രൂരപീഡനം. ശബ്ദമുണ്ടാക്കിയാൽ കൂടുതൽ ആളുകളെ വിളിക്കുമെന്നും അവരും പീഡിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഫോണും പണവും തട്ടിയെടുത്തെന്നും മൊഴിയിലുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊരു ക്രൂരതയാണ് ഇപ്പോൾ ആ കുട്ടിയുടെ കൂടുതൽ മൊഴി പുറത്തു വരുന്നു. എന്തൊക്കെയാണ് അതിൽ പറയുന്ന നിർണായക വിവരങ്ങൾ? അശ്വതി, പശ്ചിമബംഗാളിൽ ദുർഗാപൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുള്ള 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മൊഴിയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പെൺകുട്ടി ഡോക്ടർക്ക് നൽകിയിട്ടുള്ള മൊഴിയുടെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ആ പെൺകുട്ടി വിശദീകരിക്കുന്നത് താൻ നേരിട്ടിട്ടുള്ളത് ക്രൂര പീഡനമാണ്. കോളേജിന്റെ ഗേറ്റിന് സമീപം വെച്ച് ഈ പ്രതികൾ തന്നെ ബലമായി പിടിച്ച് കോളേജിന് സമീപത്തെ ആളൊഴിഞ്ഞ വനപ്രദേശത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി അതിക്രൂരമായ പീഡനം നേരിട്ടു. ബഹളം വെച്ചപ്പോൾ ഇനി ശബ്ദമുണ്ടാക്കിയാൽ കൂടുതൽ ആളുകളെ വിളിക്കുമെന്നും അവരും നിങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഈ പെൺകുട്ടി ഡോക്ടർക്ക് നൽകിയിട്ടുള്ള മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ ആ മൊഴി നൽകിയിട്ടുള്ളത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലുമാണ് പോലീസ് കേസിലെ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ മൊഴി വിശദമായി പരിശോധിച്ചു. ഒപ്പം CCTV ദൃശ്യങ്ങൾ ഈ പെൺകുട്ടി വരുന്നതിൻ്റെയും കോളേജ് ഗേറ്റിന് സമീപത്തെ CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെയാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇന്നിപ്പോൾ ഈ കേസിൽ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളെയും സംഭവ സ്ഥലത്തെത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ദുർഗാപൂരിൽ മെഡിക്കൽ കോളേജിന് സമീപം ആ കോളേജിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥിയായിട്ടുള്ള ഒഡീഷ സ്വദേശിയെ കോളേജ് ഗേറ്റിന് സമീപം തടഞ്ഞു വെക്കുകയും അവിടെ കോളേജിനടുത്ത് തന്നെ ആളൊഴിഞ്ഞ വനപ്രദേശത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കേസിൽ പെൺകുട്ടിയുടെ വിവരങ്ങൾ നൽകിയത്. പശ്ചിമബംഗാളിൽ കൂട്ട ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിർണായക മൊഴിയാണ് പുറത്തു വന്നത്.